ഹലോ, അപർണ ഹിയർ. നമ്മൾ ഇന്ന് തൊട്ട് SCERT വായിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒന്നാമത്തെ അധ്യായം തന്നെയാണ്. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം ഏതാണ്? അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇതിന്റെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കണ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അത് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വായിക്കുന്നത്. അപ്പൊ വായന തുടങ്ങുന്നതിന് മുൻപ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഇത്തരത്തിൽ ഒരുമിച്ച് വായിച്ച് മുന്നേറാം. അപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നവരിലേക്ക് എത്തിക്കാൻ കൂടെ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് കടന്നാലോ? അപ്പൊ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകമാണിത്. ഇതിലെന്താ ആദ്യം പറയുന്നത്? ജെയിംസ് ഫൾച്ചറിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. എന്താ ഇവിടെ പറയുന്നത് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കുള്ള രാജ്യങ്ങൾ, ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്ര ജാവ ദ്വീപുകളിൽ നിന്ന് കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. അപ്പൊ എന്താണ്? ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളെയാണ് എന്ത് വിളിച്ചത്? ഈസ്റ്റ് ഇൻഡീസ്. ഇത്തരത്തിലുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനിയോ, ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ്? ഇത്രയും ബുദ്ധിമുട്ടായി കപ്പലിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് ഇങ്ങോട്ടേക്ക് വ്യാപാരം നടത്തണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയാലോ. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നതാണ്. അപ്പോ ഈ കിഴക്ക് ഭാഗങ്ങളിലേക്ക് സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കിയാലോ. ഒന്ന്, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച പുരോഗതി, സാങ്കേതിക പുരോഗതി. പിന്നെയോ, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. നമുക്കറിയാം അല്ലെ, മാർക്കോ പോളോയുടെയും നിക്കോളോ കോണ്ടിയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. പിന്നെന്താ, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. പിന്നെയോ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പൊ എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ.
യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴി യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പൊ തുർക്കികൾ എന്ത് ചെയ്തു? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പോ അവർക്ക് കരമാർഗം ഏഷ്യയിലേക്ക് വരാനുള്ള അസൗകര്യം നേരിട്ടപ്പോഴാണ് സമുദ്രപാത കണ്ടെത്തിയത്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. ആരാണ്? പോർച്ചുഗീസുകാർ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ആരാണ്? വാസ്കോഡഗാമ. ഇപ്പോ ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയാണ്? ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ് നമ്മൾ കണ്ടു. പിന്നീട് എത്തിയത് ആരാണ്? ഡച്ചുകാരാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാരെത്തി. ഏറ്റവും അവസാനമായിട്ട് ഫ്രഞ്ചുകാരെത്തി. അത് നമ്മൾ ഒരു കോഡിലൂടെ പഠിക്കാറുണ്ട് അല്ലെ? എന്താണ്? പോഡ ബീഫെ അല്ലെങ്കിൽ പോഡ ബീഫ് ഫ്രൈ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോ പോർച്ചുഗീസുകാരാണ്, DA ഡച്ചുകാരാണ്, BI ബ്രിട്ടീഷുകാരാണ്, FR എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരാണ് അല്ലെ? അപ്പൊ ആദ്യം എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം, അത് ശ്രദ്ധിക്കണം, കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. ഏത് കൊല്ലം? 1498. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന് ആര് പറഞ്ഞു? ഗാമ പറഞ്ഞു. പക്ഷെ ഗാമയുടെ ഈ ആവശ്യം ആര് അംഗീകരിച്ചില്ല? സാമൂതിരി അംഗീകരിച്ചില്ല. ഗാമ കോഴിക്കോട് എത്തിയിട്ട്, കോഴിക്കോട് അപ്പൊ ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജവംശമാണ്. അപ്പൊ സാമൂതിരിയോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ അറബികളുമായിട്ടാണ് വ്യാപാരം നടത്തുന്നത്, അത് ഞങ്ങൾക്ക് തരണം, വ്യാപാര അനുമതി പോർച്ചുഗീസുകാർക്ക് തരണം എന്ന് സാമൂതിരിയോട് പറഞ്ഞു. പക്ഷെ സാമൂതിരി ഈ ആവശ്യം അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. അപ്പൊ കോഴിക്കോട് എത്തിയ ഗാമ സാമൂതിരി വ്യാപാര അനുമതി അംഗീകരിക്കാത്തതുകൊണ്ട് നേരെ എങ്ങോട്ടേക്ക് വിട്ടു? കണ്ണൂരിലേക്ക് വിട്ടു. കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് അധികം ദൂരമില്ലല്ലോ. കണ്ണൂരെത്തി. കണ്ണൂർ അപ്പൊ അവിടെ ആരാ ഭരിച്ചിരുന്നത്? കോലത്തിരി ആയിരുന്നു. അപ്പൊ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി അങ്ങ് നേടിയെടുത്തു. അങ്ങനെ കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഗാമയുടെ കപ്പലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ആണ്, ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഏതൊക്കെയാണ് ഗാമയുടെ കപ്പലുകൾ? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാന്മാരിൽ നിന്നായിരുന്നു. അപ്പൊ സാമൂതിരിയുടെ നാവിക തലവന്മാരുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് കുഞ്ഞാലി മരയ്ക്കാർ? കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാന്മാരാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പൊ ചാലിയം 3 അക്ഷരം ഉണ്ട് അല്ലെ? അപ്പൊ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു.
അപ്പൊ സാമൂതിരിയുടെ സൈന്യമാണ് എന്ത്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്.